നമസ്കാരം. ശ്രീരകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിക്കാൻ നമുക്കൊക്കെ ഏറ്റവും അത്യാവശ്യമായത് പണം തന്നെയാണ്. അതിനായി ഓരോ മനുഷ്യനും ദിനവും വളരെയേറെ കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ടായിട്ടും ഒരിടത്തും എത്താതെ പോവുകയും ചെയ്യുന്നുണ്ട് മനുഷ്യർ. എന്നാൽ നാളെ മുതലുള്ള സമയം കുറച്ച് നക്ഷത്രക്കാർക്ക്, അതായത് ഏകദേശം ഒരു 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യം കടന്നു വരാൻ പോവുകയാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവർക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അത്രത്തോളം ഭാഗ്യദായകമായ സമയമാണ് ഈ 5 നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും വിജയമാകുന്നതാണ്. ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾക്ക് വിജയകരമായ സമയമാണ്. വളരെയധികം നേട്ടം 5 നക്ഷത്രക്കാർക്ക് നാളെ മുതൽ തുടങ്ങുകയാണ്. നാളെ ഞായറാഴ്ചയാണ്. നാളത്തെ ദിവസം അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്താൻ കൂടി ഈ 5 നക്ഷത്രക്കാർ ശ്രമിക്കുക. കൂടാതെ ഒരു നാളികേരം തലയ്ക്കൊഴിഞ്ഞ് അവിടെ ഉടയ്ക്കുകയും വേണം. ആ വേളയിൽ, നാളികേരം ഉടയ്ക്കുന്ന വേളയിൽ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ പറഞ്ഞ് 3 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞതിന് ശേഷം വേണം അത് എറിഞ്ഞ് ഉടയ്ക്കുവാനായിട്ട്. ആ ഉടയുമ്പോൾ ദുഃഖങ്ങളൊക്കെ മാറി ഭാവി ജീവിതം ശോഭനമാകാനുള്ള വഴി ഭഗവാൻ തന്നെ തുറന്നു തരുന്നതാണ്. അപ്പോൾ 5 നക്ഷത്രക്കാർക്ക് അതീവ ഭാഗ്യസമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. ആ ഭാഗ്യശാലികളായ 5 നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. അശ്വതിയാണ് ആദ്യത്തെ നക്ഷത്രം. രാജയോഗ തുല്യമായ ഫലങ്ങളാണ് നാളെ മുതൽ ലഭിക്കാനായി പോകുന്നത്. ഭാഗ്യദേവതയുടെ, അതായത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി നാളെയുടെ ആ ഒരു സമയം മുതൽ ഇവർക്ക് തുടങ്ങുകയാണ്. ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ ഗൃഹത്തിൽ തന്നെ വളരെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ആ ഗൃഹത്തിൽ ഉള്ള മറ്റുള്ളവർക്കും വളരെയധികം മാറ്റങ്ങൾ, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഈ അശ്വതി നക്ഷത്രക്കാരുള്ള ഗൃഹത്തിൽ നിന്ന് എല്ലാവിധ ബുദ്ധിമുട്ടുകളും നാളെ മുതൽ മാറാനായി പോവുകയാണ്. ഇവർ ലോട്ടറി എടുത്താൽ വരെ ഇനി അതിൽ നിന്ന് ഒരു സമ്മാനം ലഭിക്കുന്നതായിരിക്കും. ഇതുവരെ എനിക്ക് ഭാഗ്യമില്ല, ഇത്രയും നാൾ ലോട്ടറി എടുത്തു, അതിൽ നിന്നൊന്നും ഭാഗ്യം ലഭിച്ചിട്ടേ ഇല്ല എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് എടുത്തു നോക്കൂ. വളരെയധികം രാജയോഗ ഫലങ്ങൾ ലഭിക്കാനുള്ള സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. അതിനാൽ തന്നെ നേട്ടങ്ങൾ വളരെയധികം ആരംഭമാകാൻ പോവുകയാണ്. വളരെയധികം ഭാഗ്യസമയമായതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒക്കെയും ഗുണാനുഭവങ്ങൾ ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഭരണി നക്ഷത്രമാണ് അടുത്തത്. ഭാഗ്യദേവത കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാർക്ക്. ഭാഗ്യം ഉച്ചസ്ഥായിയിൽ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ നാളെ മുതലുള്ള സമയത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഭാഗ്യം വേണം, ഭാഗ്യം അനുകൂലം തന്നെയാണ്. എങ്കിലും കഠിനാധ്വാനം അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും വളരെയധികം അനിവാര്യമാണ്. ഇതൊക്കെ ചേരുമ്പോൾ ഉന്നതങ്ങൾ കീഴടക്കാനുള്ള ആ ഒരു കടാക്ഷം ഭഗവാനിൽ നിന്ന് നിങ്ങളിലേക്ക് സ്വാഭാവികമായി തന്നെ എത്തിച്ചേരുന്നതാണ്. ഭാഗ്യം ഒപ്പമുള്ളതിനാൽ തന്നെ ഏതു കാര്യങ്ങൾക്കും, അതായത് നാളെ മുതലുള്ള സമയം ഇൻ്റർവ്യൂകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് വളരെ നല്ല ഗുണാനുഭവങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. തിരുവോണമാണ് അടുത്ത നക്ഷത്രം പോലെ തന്നെ ഇനി എല്ലാവിധ ഭാഗ്യങ്ങളും, ഇരുന്നുണ്ണാനുള്ള ഭാഗ്യമാണ് ലഭിക്കാൻ പോകുന്നത്. എല്ലാവിധ ഐശ്വര്യത്തോടു കൂടി ഇരുന്നുണ്ണാനുള്ള, അതായത് തൊടുന്നതൊക്കെ പൊന്നാക്കി മാറ്റാൻ കഴിയുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. ലോട്ടറി എടുത്താൽ അതിലൊരു സമ്മാനം ഉറപ്പായിരിക്കും. ചെറുതോ വലുതോ ആകട്ടെ, സമ്മാനം ഉറപ്പ് തന്നെയാണ്. ഭാഗ്യം വളരെയേറെ കരുതലോടുകൂടി നിങ്ങൾക്കൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളൊക്കെ, നിർണായക പല തീരുമാനങ്ങൾ, വിവാഹ കാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ ഒക്കെ നിർണായക പല തീരുമാനങ്ങൾക്കും നിങ്ങൾ എടുക്കുന്ന തീരുമാനം അനുകൂലമായി തന്നെ വരുന്നതായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ മടിയില്ലാത്ത കൂട്ടർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ പണ്ട് കാലങ്ങളിൽ ചെയ്ത, അല്ലെങ്കിൽ കഴിഞ്ഞ സമയങ്ങളിൽ ചെയ്ത പല സഹായങ്ങൾക്കുമുള്ള ഭഗവാനിൽ നിന്നുള്ളൊരു സമ്മാനം എന്നോണം ജീവിതം മാറി മറിയാൻ പോകുന്ന സമയം കൂടിയാണ് തിരുവോണം നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കീർത്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമയം ആരംഭിക്കുന്നു. ഗണപതി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമായ സമയമാണ്. ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ, ചില പുതിയ പദ്ധതികളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയും
ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആയി കഴിയുമ്പോൾ ആ നേർച്ച സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കണം. കാരണം നല്ല സമയമായതിനാൽ തന്നെ അനുഗ്രഹം വളരെയേറെ ഭഗവാനിൽ നിന്ന് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. അതുകൊണ്ട് പ്രാർത്ഥന വളരെ അനിവാര്യം. കൂടാതെ പ്രവൃത്തിയും വേണം. പ്രാർത്ഥനയും ഒരേപോലെ വേണം, പ്രവൃത്തിയും വേണം. നല്ല സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. ഉത്രട്ടാതിയാണ് അടുത്ത നക്ഷത്രം. എപ്പോഴും ഭാഗ്യം കൂടെയുള്ളൊരു നക്ഷത്രം എന്ന് വേണമെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. വളരെയധികം നേട്ടങ്ങൾ, തൊടുന്നതൊക്കെയും നേട്ടമായി തന്നെ അനുഭവിക്കുന്നത്. ചില സമയങ്ങളിൽ അല്പം പാളിച്ചകൾ ഉണ്ടാകുമെങ്കിൽ പോലും ഭൂരിഭാഗ സമയവും ഭാഗ്യം അനുകൂലമായി വരുന്ന നക്ഷത്രമാണ്. അല്പം വഴക്കൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം കൂടുതലായിട്ടുള്ളവരാണ്. അതായത് തമാശയിലാണെങ്കിൽ പോലും പറഞ്ഞു വരുമ്പോൾ വഴക്കിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ ഒരു സ്വഭാവം മാത്രമാണ് ഇവർക്ക് അല്പം ദോഷമായി നിൽക്കുന്നത്. അതൊന്നും മാറ്റിക്കഴിഞ്ഞാൽ വളരെയേറെ നേട്ടങ്ങളും ഭാഗ്യവും ഉള്ള ഒരു നക്ഷത്രമാണ്. എല്ലാ കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സമ്മാനം ഉറപ്പ് തന്നെയാണ്. ഭാഗ്യമേറെ കടാക്ഷിക്കുന്ന സമയമാണ്. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അത് പ്രൊമോഷനായിട്ടാകാം, അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത പല കാര്യങ്ങൾക്കുമുള്ള ജനസമ്മതി അല്ലെങ്കിൽ പ്രശസ്തി, അംഗീകാരമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാകാം. ഏത് വിധേനയായാലും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു മാറ്റം ഉടൻ തന്നെ നിങ്ങൾക്കുണ്ടാകും. അതുവഴി നിങ്ങളുടെ ഇപ്പോഴുള്ള ലെവലിൽ നിന്ന് ഒന്നുകൂടി അപ്ഗ്രേഡ് ആവാൻ അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്താനും അത് സാധ്യമാകുന്നതാണ്. അപ്പോൾ ഈ 2025 ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഓർത്തിരിക്കാൻ തക്കവണ്ണമുള്ള പലവിധ മാറ്റങ്ങളും ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ്. ഒരു ഭാഗ്യ കടാക്ഷം ഇനിയുള്ള സമയം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഞാൻ വിചാരിച്ചതിലപ്പുറം ഭാഗ്യവാനാണോ എന്ന് തന്നെ സ്വയം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഇനി മുതൽ തുടങ്ങാൻ പോകുന്നത്. ഇതുവരെയും അങ്ങനെ തന്നെ ആയിരുന്നു. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചു നോക്കിയാൽ നല്ലൊരു നക്ഷത്രം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നാളെ മുതലുള്ള സമയം വളരെയധികം മാറ്റമാണ് തുടങ്ങുന്നത്. ഞായറാഴ്ച ദിവസമാണ്, ജോലിക്കൊന്നും പോകേണ്ട സമയമല്ല. അപ്പോൾ രാവിലെ ആയാലും വൈകിട്ടായാലും ക്ഷേത്ര ദർശനം മുടക്കേണ്ട, സ്ഥലദൈവത്തെ പ്രാർത്ഥിക്കുക, ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, നാളീകരം തലയ്ക്കൊഴിഞ്ഞ് നടയിൽ ഉടയ്ക്കുക. നന്ദി.